കൊച്ചി അംബേദ്കർ സ്റ്റേഡിയത്തിന് സമീപം അജ്ഞാത മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. അവിടെ കുറ്റിക്കാട്ടിൽ ആണ് 2 ദിവസം പഴക്കമുണ്ട് എന്ന് കരുതുന്ന മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, ഈ മൃതദേഹം ആരാണ് ആദ്യം കണ്ടത്? എങ്ങനെയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടത്? അത്തരം വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഇപ്പോൾ എന്ത് നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? അഭിലാഷ്, ഈ മൃതദേഹം കടവന്ത്ര സ്വദേശിയായിട്ടുള്ള ഷൺമുഖൻ എന്ന മധ്യവയസ്കന്റേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അല്പസമയം മുൻപാണ് പോലീസ് ഇത് സ്ഥിരീകരിക്കുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഈ ഷൺമുഖന്റെ സഹോദരനെയാണ്. സഹോദരനും അതോടൊപ്പം തന്നെ അതായത് ഷൺമുഖൻ എന്ന ആളിൻ്റെതാണ് ഈ മൃതദേഹം എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്നാണ് നവമി പറയുന്നത്. അതായത് നവമി, ഷൺമുഖൻ എന്ന ആൾ തന്നെ എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണോ നമുക്ക് ലഭിക്കുന്ന വിവരം? അതെ അഭിലാഷ്, നമുക്കത് സ്ഥിരീകരിക്കാം. ഷൺമുഖൻ എന്ന വ്യക്തിയുടേതാണ് മൃതദേഹം. അത് 70 വയസ്സിനോട് അടുപ്പിച്ച് പ്രായമുണ്ട് അയാൾക്ക്. ഇത് പോലീസ് പറയുന്നതനുസരിച്ച് 12-ാം തീയതിയാണ് ഇയാളെ വീട്ടിൽ നിന്നും കാണാതാകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്നത് പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ മുൻപും കുടുംബം ഇത്തരത്തിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ മൃതദേഹം കണ്ടെത്തിയത് KSRTC സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള അംബേദ്കർ പാർക്കിലാണ്. അംബേദ്കർ പാർക്കിൽ നമുക്ക് ദൃശ്യം കാണാൻ ആളൊഴിഞ്ഞ കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശത്താണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഇത് സെൻട്രൽ പോലീസ് സ്റ്റേഷന്റെ പരിധിയിലാണ്. അപ്പോൾ പോലീസ് ഈ സമീപ പ്രദേശത്തോ അല്ലെങ്കിൽ അറിയാവുന്ന ആളാണോ എന്നൊക്കെ കുറിച്ചുള്ള അന്വേഷണത്തെ തുടർന്നാണ് ഇത് കടവന്ത്ര സ്റ്റേഷനിൽ 14-ാം തീയതി ഒരു മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് കടവന്ത്ര പോലീസിൽ നിന്നും ഇൻഫർമേഷൻ ലഭിക്കുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ആ പരാതി നൽകിയ വ്യക്തിയെ ബന്ധപ്പെടുകയും അതിനെ തുടർന്ന് വന്ന് ഈ മൃതദേഹം നോക്കി അത് സ്ഥിരീകരിക്കുന്നതോടുകൂടിയാണ് ഇത് ഷൺമുഖനാണ് മനസ്സിലായത്. എന്തായാലും 2 ദിവസത്തിൽ മൃതദേഹത്തിന് പഴക്കമുണ്ട്. ഈ ഷൺമുഖൻ ഈ ഒരു പെട്രോൾ പമ്പിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ മൃതദേഹത്തിലും ആ പെട്രോൾ പമ്പിന്റെ HP പമ്പിന്റെ വസ്ത്രം ധരിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം ഒരു തൊപ്പിയുമുണ്ട്, HP തന്നെ ഒരു തൊപ്പിയുമുണ്ട്. ആ തൊപ്പിയും ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടുകൂടിയാണ് ഇത് ഷൺമുഖനാണെന്ന് കുടുംബം സ്ഥിരീകരിക്കുന്നത്. ഭാര്യയുണ്ട്, ഭാര്യയും കുടുംബത്തോടൊപ്പമാണ് ഇപ്പോൾ താമസിക്കുന്നത്. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഷൺമുഖന്റെ സഹോദരനാണ് കടവന്ത്ര പോലീസിൽ പരാതി നൽകിയത്. 14-ാം തീയതിയാണ് പരാതി നൽകിയത്. അത് 12-ാം തീയതി, അതായത് കർക്കിടക ദിവസം, ബലി ദിവസം ബലിയിടാൻ പോകേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആലുവയിലേക്കൊന്ന് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ തന്നെ 2 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരാത്തപ്പോഴാണ് കുടുംബം കടവന്ത്ര പോലീസിന് പരാതി നൽകിയത്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഈ മറവി രോഗമല്ല എങ്കിൽ പോലും ചിലപ്പോൾ ദിശ തെറ്റി പോകുന്ന ഒരു പ്രവണത ഷൺമുഖനുണ്ടായിരുന്നു എന്ന് ബന്ധുക്കൾ പറയുന്നു. അതുകൊണ്ട് ചിലപ്പോൾ എവിടേക്കോ പോയിട്ടുണ്ടാവും, തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചു വരാത്തതിനെ തുടർന്നാണ് കടവന്ത്ര പോലീസിന് പരാതി നൽകിയത്. ഇതിന് മുൻപ് 2 തവണ ഇതുപോലെ കാണാതെ പോയിട്ടുണ്ട്. അത് കണ്ണമാലി ഭാഗത്തു നിന്നും പിന്നീട് മുനമ്പം ഭാഗത്തു നിന്നുമൊക്കെയാണ് പോലീസ് കണ്ടെത്തി കുടുംബത്തിന് തിരിച്ചേൽപ്പിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ കാണാതെ പോകുന്നതൊക്കെ ആയതുകൊണ്ട് അങ്ങനെ തിരിച്ചു കിട്ടും, അല്ലെങ്കിൽ എവിടെയെങ്കിലും മാറി നിൽക്കുന്നതാണ് എന്നായിരുന്നു കുടുംബം പ്രതീക്ഷിച്ചത്. പക്ഷേ ഏറെ വേദനയോടുകൂടി തന്നെ പറയട്ടെ, ഷൺമുഖന്റെ മൃതദേഹമാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. അത് കുടുംബം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പാർക്കിന് തൊട്ടടുത്ത് തന്നെയാണ് കുട്ടികൾ കളിക്കുന്ന ഒരു ഇടം കൂടി ഉള്ളത്. ഇവിടെ സ്ഥിരമായി കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്ന് കുട്ടികളാണ്, ഇവിടെ വന്നതിന് ശേഷം അത് കളിച്ചു മടങ്ങുന്നതിനിടയിലാണ് ഒരു കുട്ടിയാണ് ഈ ഭാഗത്തേക്ക്, ഈ പുല്ലൊക്കെ വളർന്ന് കാടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭാഗത്തേക്ക് ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ ഒരു വളരെ ദുർഗന്ധം വമിക്കുന്നതായും പിന്നീട് ഈ പ്രദേശത്ത് എന്തോ അസ്വാഭാവികമായി കണ്ടതിനെ തുടർന്ന് നാട്ടുകാരെ വിവരമറിയിച്ച് പിന്നീട് സെൻട്രൽ പോലീസിനെ അറിയിച്ചതിനെ തുടർന്നാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും 2 ദിവസത്തെ പഴക്കമുണ്ട്. അല്പസമയം മുമ്പാണ് ഈ മൃതദേഹം ഷൺമുഖന്റേതാണ്, കടവന്ത്ര സ്വദേശിയായിട്ടുള്ള ഷൺമുഖന്റേതാണെന്ന് സ്ഥിരീകരിക്കുന്നത്. ഉടനെ സൂചിപ്പിക്കുന്ന പോലെ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തീർച്ചയായും നവമി, അപ്പോഴും ഈ മൃതദേഹം കുറ്റിക്കാട്ടിലേക്ക് കണ്ടെത്തുന്ന ഒരു പശ്ചാത്തലം എന്താണ്? അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത ഈ മരണത്തിനില്ല, അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ പറ്റിയിട്ടുണ്ടോ?
അഭിലാഷ്, അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിട്ടില്ല. എന്തായാലും ഇനി ഇൻക്വസ്റ്റ് നടപടികൾ ചെയ്യേണ്ടതുണ്ട്. ഒപ്പം ഫോറൻസിക് വിഭാഗത്തെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. പോലീസും അത് സംശയിക്കുന്നുണ്ട്. എങ്കിൽ പോലും എങ്ങനെയാണ് ഈ കുറ്റിക്കാട്ടിൽ ഈ ഒരു പ്രദേശത്തേക്ക് ആ മൃതദേഹം എത്തുന്നത് എന്നൊരു സംശയം പോലീസും പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും ആ കുടുംബത്തിൽ ഇപ്പോൾ ആ മൃതദേഹത്തിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള സ്വർണമോ പണമോ അങ്ങനെ എന്തെങ്കിലും മിസ്സായോ, അല്ലെങ്കിൽ ഈ പരാതിയിൽ പറയുന്നത് പോലെ മറ്റെന്തെങ്കിലും ശത്രുതയുണ്ടോ ഷൺമുഖനോട് ആർക്കെങ്കിലും, അതൊക്കെ പോലീസ് വിശദമായി പരിശോധിച്ചു വരികയാണ്. നിലവിൽ പോലീസ് അറിയുന്നത് പ്രകാരം മൃതദേഹം ഷൺമുഖന്റേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇനി അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. അടുത്ത CCTV ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ മൃതദേഹം ഇവിടെ എത്തിയതെന്ന് അറിയേണ്ടതുണ്ട്. മൃതദേഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാടുകൾ, ഈ മർദ്ദനത്തിന്റെ പാടോ അല്ലെങ്കിൽ ബലപ്രയോഗമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അതറിയണമെങ്കിൽ ഇനിയിപ്പോൾ ഈ മൃതദേഹം പുറത്തെടുത്ത് ഇൻക്വസ്റ്റ് നടപടികൾ, പോസ്റ്റ്മോർട്ടം, മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമേ പോലീസിന് അതിലൊരു ഉത്തരം നൽകുവാൻ കഴിയുകയുള്ളൂ. എന്നാലും അതായത് നോമി, ഇതിലിപ്പോൾ ഈ ഷൺമുഖന്റെ ഒരു പശ്ചാത്തലം ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ മദ്യപിച്ചോ അങ്ങനെയൊക്കെ നടക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലുമായി വഴക്ക് കൂടുകയോ ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലമോ അങ്ങനെ എന്തെങ്കിലും സൂചനകളുണ്ടോ? അങ്ങനെയൊന്നും പോലീസിനോട് ബന്ധുക്കൾ മൊഴി കൊടുക്കുന്നതല്ല. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. അല്പസമയം മുമ്പാണ് നമ്മളിവിടെ എത്തി, അല്പസമയം മുൻപാണ് ബന്ധുക്കൾ ഇവിടെ എത്തി ഇത് സ്ഥിരീകരിക്കുന്നത്. അപ്പോൾ തന്നെ പോലീസ് പറയുകയും ചെയ്തു ഇത് ഷൺമുഖന്റേതാണെന്ന് ബന്ധുക്കൾ സ്ഥിരീകരിച്ചിട്ടുണ്ടെന്ന്. പോലീസ് പറയുന്നതനുസരിച്ച് ഷൺമുഖൻ ഒരു പെട്രോൾ പമ്പിലാണ് ജോലി ചെയ്യുന്നത്. HP-യുടെ ഒരു പെട്രോൾ പമ്പിലാണ് ജോലി ചെയ്യുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ ദിശ തെറ്റിപ്പോകുന്ന ചെറിയ ഒരു മറവി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമുള്ള ഒരാളാണ്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ നിന്നും കാണാതാകുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ 2 തവണ കാണാതാവുകയും പിന്നീട് പോലീസിൽ പരാതി നൽകി പോലീസ് തിരിച്ച് ഷൺമുഖനെ കണ്ടെത്തി വീട്ടിലേക്ക് ഏൽപ്പിക്കുന്ന സ്ഥിതിയായിരുന്നു. അങ്ങനെയാണ് ഇത്തവണയും കാണാതായത്. 14-ാം തീയതിയാണ് കടവന്ത്ര പോലീസിന് ഷൺമുഖനെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ആ സഹോദരൻ പരാതി നൽകിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കുടുംബത്തെ ഇങ്ങോട്ടേക്ക് വിളിപ്പിക്കുകയും മൃതദേഹം കാണിക്കുകയും ഒക്കെ ചെയ്തത്. ആ മൃതദേഹത്തിലും HP പമ്പിന്റെ അവിടുത്തെ ജീവനക്കാരനാണെന്ന് തെളിയിക്കുന്ന ഷർട്ട്, HP-യുടെ ഷർട്ട് ഉണ്ട്. അതോടൊപ്പം തന്നെ സമീപത്തായിട്ട് തന്നെ HP-യുടെ തൊപ്പിയും കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് തന്നെയാണ് ഷൺമുഖനാണെന്ന് സ്ഥിരീകരിച്ചത്. ഇപ്പോൾ മറ്റ് വിവരങ്ങൾ, ഇപ്പോൾ ഷൺമുഖനുമായി ബന്ധപ്പെട്ട് ഈ മദ്യപാനിയാണോ അല്ലെങ്കിൽ ഇങ്ങനെ മറ്റെന്തെങ്കിലും പ്രശ്നമുള്ള വ്യക്തിയാണോ, ഇങ്ങനെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നതിന് മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, അതെല്ലാം അന്വേഷിക്കേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ആ വിവരങ്ങളെല്ലാം ബന്ധുക്കളിൽ നിന്നും മൊഴിയായി രേഖപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഫോറൻസിക് വിഭാഗം എത്തും. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകും. അതിനുശേഷം മാത്രമേ ഈ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ദുരൂഹതയുണ്ടോ എന്ന് സ്ഥിരീകരിക്കുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അഭിലാഷ്, കൊച്ചി അംബേദ്കർ സ്റ്റേഡിയത്തിന് സമീപത്ത് ആണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. മരണപ്പെട്ടയാൾ കടവന്ത്ര സ്വദേശി ഷൺമുഖനാണ് എന്ന് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദിവസങ്ങളായി ഷൺമുഖനെ കാണാനില്ലായിരുന്നു. കുടുംബം ഇത് സംബന്ധിച്ച പരാതിയും നൽകിയിട്ടുണ്ട് എന്നതാണ്. ഈ അംബേദ്കർ സ്റ്റേഡിയത്തിനോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിൽ ആണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2-3 ദിവസത്തെ പഴക്കം ഉള്ളതായാണ് സംശയിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.